ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ മത്സരാർത്ഥികളാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഓരോ മത്സരാർത്ഥികളും ഒട്ടും വിട്ടുകൊടുക്കാതെ ഗെയിമുമായി മുന്നോട്ട് പോവുകയാണ്. പലർക്കും പല ഗെയിം പ്ലാനുകൾ. പൊതുവായി ഇവർക്കെല്ലാമുള്ള ഒരേയൊരു സാമ്യത വാഴ എന്ന ലേബൽ വീഴരുതെന്ന് നിർബന്ധമാണ്. തങ്ങളുടേതായ രീതിയിൽ സ്ക്രീൻ സ്പേസ് ലഭിക്കാൻ ഏവരും ശ്രമിക്കുന്നു. പങ്കാളികളായ ആദില നസ്രിൻ, ഫാത്തിമ നൂറ എന്നിവർ ഒരുമിച്ചാണ് ബിഗ് ബോസിലെത്തിയത്. ഒരു മത്സരാർത്ഥിയായാണ് രണ്ടുപേരെയും പരിഗണിക്കുന്നത്. പൊതുവെ മിതഭാഷികളാണ് രണ്ടുപേരും. വലിയ വഴക്കുകളിലൊന്നും ആദിലയും നൂറയും ഇതുവരെ കണ്ടിട്ടില്ല. ആദിലയ്ക്ക് ഗെയിമുകളിൽ ഉത്സാഹക്കുറവുണ്ടെന്ന് നൂറയ്ക്ക് അഭിപ്രായമുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് ആദിലയോട് സംസാരിക്കുകയുമുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസ് പ്രേക്ഷകരുടെ ശ്രദ്ധ നൂറയിലേക്കാണ്. നൂറയുടെ ഭംഗി ഏവരും ചൂണ്ടിക്കാട്ടുന്നു. ബിഗ് ബോസ് ഹൗസിൽ നിന്നുള്ള നൂറയുടെ ദൃശ്യങ്ങളും സ്ക്രീൻഷോട്ടുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കേരളത്തിലെ പ്രമുഖ സ്റ്റൈലിഷ് ഇൻഫ്ലുവൻസർമാരെയെല്ലാം പിന്നിലാക്കുന്ന സൗന്ദര്യമാണ് നൂറയ്ക്കെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുണ്ട്. നിലവിൽ ബിഗ് ബോസ് മത്സരാർത്ഥികൾ കൊണ്ടുവന്ന വസ്ത്രങ്ങളും മേക്കപ്പ് സെറ്റുമെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്. ഗെയിമിന്റെ ഭാഗമായാണ് ഇത്. സ്റ്റൈലിഷ് ഡ്രസ്സുകളൊന്നും ധരിച്ച് ഷോയിൽ തിളങ്ങാൻ പറ്റാത്തതിൽ മത്സരാർത്ഥികളിൽ പലർക്കും നിരാശയുണ്ട്. എന്നാൽ സ്റ്റൈലിഷ് ഡ്രസ്സുകളോ വലിയ മേക്കപ്പോ ഇല്ലാഞ്ഞിട്ട് പോലും നൂറയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യം ബിഗ് ബോസ് വീട്ടിൽ തിളങ്ങുന്നു. നൂറ ഈ ബിഗ് ബോസ് സീസണിലെ പ്രേക്ഷകരുടെ ക്രഷായി മാറിയിരിക്കുന്നു. നിലവിൽ സോഷ്യൽ മീഡിയ ക്രഷായി ആഘോഷിക്കപ്പെടുന്നവരിൽ പ്രധാനി ഹൻസിക കൃഷ്ണയാണ്. ഹൻസികയുടെ ഓരോ റീലിനും ലക്ഷക്കണക്കിനാണ് വ്യൂവേഴ്സ്. എന്നാൽ നൂറ ബിഗ് ബോസ് വീട്ടിൽ തുടർന്നാൽ ഹൻസികയുടെ മാർക്കറ്റും ഇടിഞ്ഞേക്കും. ഇവരെ താരതമ്യം ചെയ്യാനും സാധ്യതയുണ്ട്. അതേസമയം ബിഗ് ബോസിൽ പതിഞ്ഞ മട്ടിലാണ് ആദില നൂറ ഗെയിം മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ ഇവർ കുറെ കൂടി ആക്റ്റീവ് ആയില്ലെങ്കിൽ ഷോയിൽ പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടാകും. ലെസ്ബിയൻ പങ്കാളികളായ ആദിലയും നൂറയും കുടുംബത്തിന്റെ ശക്തമായ എതിർപ്പ് മറികടന്നാണ് ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനമെടുത്തത്. പ്രശ്നകലുഷിതമായ കാലം കടന്നു വന്ന ഇവർക്ക് ബിഗ് ബോസിലെ വെല്ലുവിളികളും നേരിടാനാകുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് നിരന്തരം സൈബർ ആക്രമണം ആദിലയ്ക്കും നൂറയ്ക്കും വന്നിരുന്നു. ജന്മം നൽകിയ മാതാപിതാക്കളെ നിന്ദിച്ചു ജീവിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തി ഇപ്പോഴും കമന്റുകൾ വരാറുണ്ട്. എന്നാൽ വീട്ടുകാരിൽ നിന്നുമുള്ള വലിയ ഉപദ്രവം തങ്ങൾക്കുണ്ടെന്നാണ് ആദിലയും നൂറയും പറയുന്നത്. ഒരുമിച്ച് പഠിച്ചവരാണ് ആദിലയും നൂറയും. +2 പഠനകാലത്താണ് ഇവർ പ്രണയത്തിലാകുന്നത്. ഇക്കാര്യം വീട്ടിലറിഞ്ഞപ്പോൾ കടുത്ത എതിർപ്പ് വന്നു. നൂറയെ വീട്ടുകാർ ആദിലയിൽ നിന്നും അകറ്റി നിർത്താനും ശ്രമിച്ചു. എന്നാൽ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ഇവര് വീണ്ടും ഒരുമിച്ചു.